വേസ്റ്റ് പടം ഒരു ആവശ്യമില്ല. എന്തിനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒരു സ്ക്രിപ്റ്റ് ഇല്ല, ഒന്നുമില്ല, ഡയറക്ഷൻ ഒന്നുമില്ല, വെറും വേസ്റ്റ്. പോരാ, ഒരു ആവറേജും ഇല്ല, ഒരു ബിലോ ആവറേജ്, അത്രേ ഉള്ളൂ. സുരാജൻ്റെ പഴയ ആ ഒരു ക്യാരക്ടറൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഗുഡായിരുന്നു. തിയേറ്ററിൽ വീണ്ടും ഇതുപോലത്തെ പടങ്ങൾ വലിയ രീതി ഓടണ അധികം കുറവാണ്. 2 മണിക്കൂർ 38 മിനിറ്റ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു പടം. അപ്പോൾ നമ്മൾ അത്രയും ഡ്യൂറേഷൻ കൊടുക്കാതെ 2 മണിക്കൂർ 15 2 മണിക്കൂർ 20 മിനിറ്റ് നിർത്തിയിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു എന്നൊരു അഭിപ്രായം. സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ലാഗിൻ്റെ പ്രശ്നമുള്ള, ബാക്കി മൂവി ഫുള്ളി വർക്കൗട്ടാണ്. വേറെ ഒന്നും നോക്കണ്ട, രണ്ടുപേരുടെയും പെർഫോമൻസ് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് ആളിനെ കയറ്റാനുള്ള വകുപ്പുണ്ട്. 100ന് 98 കൊടുക്കാം. എടുത്ത് പറയാനൊന്നുമില്ല, കുഴപ്പമില്ല. ഇത്തിരി ലാഗാണ്. ഒരുപാട് മെസ്സേജ് ഉണ്ട് അതിൽ, കൺവേ ചെയ്യണ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല മൂവിയായിരുന്നു. ഒരു ചെറിയൊരു ലാഗ് ആദ്യം തോന്നി, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. നല്ല മൂവിയാണ്, ഫാമിലി എൻ്റർടൈനറാണ്, അത്രേ ഉള്ളൂ. അഭിനയം ആസിഫ് അലി ആയിരുന്നാലും ഇപ്പം സുരാജ് ചേട്ടനായിരുന്നാലും സുരാജേൻ്റെ പഴയ ആ ഒരു ക്യാരക്ടറൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഗുഡായിരുന്നു. കൊള്ളാം, സിനിമ കൊള്ളാം, ഫാമിലിക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. കോമഡി ഉണ്ട്, സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. ഫൈറ്റ് ഇങ്ങനെയൊന്നുമില്ല, നല്ലതാണ്. അവരെ കോംബോ കൊള്ളാം. 100ന് 98 കൊടുക്കാം. ഓഡിയോസ് അമീഗോ കുഴപ്പമില്ല. വേറെ പണത്തിൻ്റെ ഒരു കഥ, പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും കൊള്ളാം, കണ്ടിരിക്കാം. ആസിഫ് സൂപ്പറായിട്ടുണ്ട്. പിന്നെ സുരാജ് സ്ഥിരം കുറേ നാൾക്ക് ശേഷം ഒരു കോമഡി കഥാപാത്രം ചെയ്തിരിക്കുന്നു. പിന്നെ ഇത്തിരി സെൻറ്റിമെൻറ്റ്സും ഉണ്ട്. ഓവറോൾ ആവറേജാണ്, എന്നാലും കണ്ടിരിക്കാം. നല്ല കളർഫുള്ളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വെറൈറ്റി ലുക്ക്, നല്ല ക്യാരക്ടർ, നല്ല ചേരുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പടം നല്ല പടമുണ്ട്. കോമഡി അല്ല, അതിനകത്തൊരു സബ്ജക്റ്റ് ഉണ്ട് ബ്രോ. അതിനകത്ത് കൺവിൻസിങ് ആകാനുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട്. വേറെ ഒന്നും നോക്കണ്ട, രണ്ടുപേരുടെയും പെർഫോമൻസ് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് ആളിനെ കയറ്റാനുള്ള വകുപ്പുണ്ട്. ഇഷ്ടപ്പെടുന്ന എല്ലാം ഉണ്ട് ബ്രോ. ഇമോഷണൽസിന് ഇമോഷനുണ്ട്, പിന്നെ അതുപോലെ കോമഡിക്ക് കോമഡി ഉണ്ട്. സുരാജിൻ്റെ ഒരുപാട് കാലത്തിന് ശേഷമുള്ള നല്ലൊരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. കൊള്ളാം. വേസ്റ്റ് പടം ഒരു ആവശ്യമില്ല. എന്തിനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്? വെറും ആവശ്യമില്ല. ഒരു സ്ക്രിപ്റ്റ് ഇല്ല, ഒന്നുമില്ല, ഡയറക്ഷൻ ഒന്നുമില്ല, വെറും വേസ്റ്റ്. ആസിഫ് അലിയും എന്തൊക്കെ അടിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ വെറും വേസ്റ്റ്. 0 ബ്രില്യൻസ്, 0 ആക്കി ഒന്നുമില്ല. ഒരു പടം ഒരു ഇതുമില്ല. ഒരു 2 ക്യാരക്ടറിൻ്റെ ബോണ്ടിങ് കാണിക്കുന്നു, ഒന്നും മനസ്സിലായില്ല. എന്തിനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒരു ആവശ്യമില്ല. ഒരു ആശുവശ ജീവിതം കാണിക്കുന്നുണ്ട്. 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ് കാണിക്കുന്നുണ്ട്, എൻഡിങ് കാണിക്കുന്നുണ്ട്. എന്തോ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഇതുമില്ല. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ആസിഫ് അലിയും അറിയില്ല, സുരാജ് പിന്നെ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഹാഫ് കൊണ്ടുവന്നിട്ട് ഒരു എൻഡിങ് ഇല്ല. ഒരു എന്താണ് കാണിച്ചു കൂട്ടണമെന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസിൻ്റെ ആ ഒരു ചെറിയൊരു ഒരു മിനിസ്ക്യൂളായിട്ടുള്ള ഒരു കാര്യം, ചെറിയൊരു കാര്യം കാണിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതിൽ വലിയ സംഭവമൊന്നുമില്ല. പോരാ, ഒരു ആവറേജും ഇല്ല, ഒരു ബിലോ ആവറേജ്, അത്രേ ഉള്ളൂ. പടം പോരാ, കാര്യമില്ല. ഫസ്റ്റ് ഹാഫ് മാത്രമുണ്ട്, വേറെ ഇല്ല. ഒരു ചെറിയൊരു ലെങ്ത്, അത്രേ ഉള്ളൂ. നയുടെ ആവശ്യമില്ല. എൻ്റെ ആവശ്യമില്ല. സുരാജ് പോരാ, ഒരു ഡ്രങ്ങണായിട്ടുള്ള ഡ്രങ്ങൺ ലൈഫ്, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല, ഒരു ആവശ്യമില്ല. കോമഡി കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഒരു കണക്ഷനും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ പണ്ട് നമുക്ക് തിയേറ്ററിൽ ഓടാൻ മാത്രമുള്ള ഒരു സംഭവമൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഒരു ആവറേജ്. സുരാജാണ് അല്പം കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഫീലിംഗ് കാര്യങ്ങളൊക്കെ വന്നത്. സിനിമ കൊള്ളാം, വലിയ സംഭവമൊന്നുമില്ല. ഒരു ആവറേജ് ഫിലിം, അത്ര ഒരു റേഞ്ചൊക്കെ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. നമുക്ക് OTT-ൽ അത് ആൾക്കാർ കാണാൻ വേണ്ടി ഒരു ഫീൽ ഗുഡ് ടൈപ്പാണ്. തിയേറ്ററിൽ വീണ്ടും ഇതുപോലത്തെ പടങ്ങൾ വലിയ രീതി ഓടണ അധികം കുറവാണ്, അത്രേ ഉള്ളൂ. ഫുൾ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മൂവി. ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റോറിയാണ്. ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ട്, സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ലാഗ് ഉണ്ട്. അത് മാറ്റി നിർത്തിയാൽ നല്ലൊരു മൂവിയാണ്. ഓവറോൾ ഇഷ്ടപ്പെടും. ആസിഫിൻ്റെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ആസിഫ് ഇതുവരെ ചെയ്തൊരു ക്യാരക്ടറല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആസിഫ്. പിന്നെ സുരാജും കട്ടക്കിരിക്കുന്നുണ്ട്. രണ്ടുപേരും നല്ല പെർഫോമൻസ് ആണ്. സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ലാഗിൻ്റെ പ്രശ്നമുള്ള, ബാക്കി മൂവി ഫുള്ളി വർക്കൗട്ടാണ്. ഫാമിലി കാണാൻ പറ്റുന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെ മൂവിയാണ്. മ്യൂസിക് അത്ര ഇതില്ല, ബീജം നന്നായിട്ടുണ്ട്. 2 ഫേസിലിരിക്കുന്ന ആൾക്കാരുടെ, ഒരു റിച്ച് ആയിട്ടുള്ളതും പൂറായിട്ടിരിക്കുന്ന 2 ആളുടെ ഫേസ് കഥ പറയുന്നത്. നായിക്കൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല, ഫുൾ ഇവർ തന്നെയാണ്. പടം നല്ല അടിപൊളി, പിന്നെ വല്ല ബോറടിക്കാതെ പിന്നെ ഫിലിം മുന്നോട്ട് പോകുന്നുണ്ട്. 2 പേരെ കൂട്ടുകെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ആസിഫ് അലി സുരാജ് കൂട്ടുകെട്ട് നല്ല രീതിയിൽ പടം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫാണ് അടിപൊളിയായിട്ട് പോകുന്നത്. വലിയ ചിലങ്ങളിൽ നല്ല ഇമോഷണൽ വരുന്നുണ്ട്. നല്ലൊരു പിന്നെ എൻ്റർടൈൻമെൻറ്റായിട്ട് മുന്നോട്ട് പോകും. കൊള്ളാം, നല്ല പടമാണ്. സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ കുറച്ച് ഡ്രിമ്മി ആയിരുന്നു. പെർഫോമൻസ് കൊള്ളാം. ആസിഫ് അലിയുടെ ആ ഹ്യൂമർ ക്യാരക്ടർ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പുള്ളി കുറേ കാര്യമായിട്ട് സീരിയസ് പരിപാടിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അത് മാറ്റി പിടിച്ചതിന് നന്നായിട്ടുണ്ട്. സുരാജേൻ്റെ അതുപോലെ തന്നെ പണ്ടത്തെ കുറേ ക്യാരക്ടേഴ്സിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. ജിംഷി ഖാലിദിൻ്റെ ക്യാമറ എടുത്ത് പറയണം. കാരണം ആസിഫ് അലി തന്നെ കുറച്ച് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലോ ഫ്ലോർ ബസ്സിനകത്ത് ഷൂട്ട് ചെയ്ത കുറേ ഷോട്ട്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ജിംഷി ഖാലിദിൻ്റെ കുറേ സിഗ്നേച്ചർ സാധനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. വിഷ്വൽസ് നന്നായിട്ടുണ്ട്. ട്രിം ചെയ്യായിരുന്നു സെക്കൻഡ് ഹാഫിൽ കുറച്ച് എന്നുള്ള അഭിപ്രായം മാത്രം. നല്ല പടമാണ്, ഫാമിലി ആയിട്ട് ഒന്ന് കാണാം. ബോറടിപ്പിക്കുന്നതല്ല, കാരണം വെച്ചാൽ ഒരു 2 മണിക്കൂർ 38 മിനിറ്റ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു പടം. അപ്പോൾ നമ്മൾ അത്രയും ഡ്യൂറേഷൻ കൊടുക്കാതെ 2 മണിക്കൂർ 15 2 മണിക്കൂർ 20 മിനിറ്റ് നിർത്തിയിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു എന്നൊരു അഭിപ്രായമാണ്.
അത്രയും നായിക അങ്ങനെ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറായിട്ട് ഇല്ല. കാരണം അതിനകത്തൊരു ക്യാരക്ടർ ഉള്ളതാണെങ്കിലും കുറച്ചേ വരുന്നുള്ളൂ. പുള്ളിക്കാരി ഒക്കെ നന്നായിരുന്നു, ആ പോർഷനൊക്കെ നന്നായിരുന്നു, വർക്കായിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ക്യാരക്ടർ.